നമസ്കാരം. ഇന്ന് പാതി നോമ്പ്. ഒരു കുരിശിനെ നോക്കിയാണ് ശേഷിക്കുന്ന യാത്ര. ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ സർപ്പം കടിക്കുന്നു. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തി വിഷബാധയിൽ നിന്ന് അവരെ രക്ഷിക്കുന്നു. സുവിശേഷം പറയുന്നു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ഉയർത്തപ്പെട്ടത് സർപ്പമല്ല, സർപ്പത്തിൻ്റെ സാദൃശ്യമാണ്. പൗലോസ്ലീഹ പറയുന്നു, ദൈവം തൻ്റെ പുത്രനെ പാപശരീരത്തിൻ്റെ സാദൃശ്യത്തിലാണ് അയച്ചത്. ശരിക്കുമുള്ള സർപ്പം പാപമാണ്. തമ്പുരാനാകട്ടെ നമ്മുടെ സാമ്യം പൂണ്ട് പാപപങ്കിലമായ ശരീരമെടുത്ത് പാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തു. മരത്തിന്മേൽ ഉയർത്തപ്പെട്ടവനെ വിശ്വസിച്ചവർ പിശാചാകുന്ന സർപ്പത്തിൻ്റെ ദംശനത്തിൽ നിന്ന് വിമുക്തരാകുന്നു. അനുതാപത്തിൻ്റെ കുരിശിനെ പറുദീസായുടെ താക്കോലാക്കി മാറ്റിയ കുരിശിലെ കള്ളനോടൊപ്പം ക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് ഞാനും നോക്കുന്നു. കാരണം ഈ കുരിശ് ഏദനിലെ ജീവവൃക്ഷത്തെയും മാറായിലെ വെള്ളത്തിൻ്റെ കയ്പ് മാറ്റിയ മരക്കഷ്ണത്തെയും മരുഭൂമിയിലെ പിച്ചള സർപ്പത്തെയും പിതാവായ അബ്രഹാം യാഗം കഴിക്കുന്നതിന് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ ബാലനായ ഇസഹാക്ക് ചുമന്ന വിറക് കഷ്ണങ്ങളെയും സൂചിപ്പിക്കുന്നത് കൊണ്ട് മാത്രമല്ല, പിന്നെയോ നാം വിരൂപമാക്കിയ സ്വരൂപത്തെ പുനരാക്കി നൽകിയ മഹത്തായ മാർഗമായതിനാലും കൂടിയാകുന്നു. ഈ കുരിശിലേക്ക് ഞാൻ നോക്കുന്നു. ഈ കുരിശിൽ എൻ്റെ സ്വാർത്ഥതകളെ തറയ്ക്കുന്നതിന് വേണ്ടി തന്നെ. നമസ്കാരം.